ഹായ്, ഞാൻ കാലത്തെ ഒരു സബ്ജക്റ്റ് ഇട്ടായിരുന്നല്ലോ, അതിന്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നത്. ആക്ച്വലി പല രീതിയിൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തന്റെ ഭാഗം ശരിയാക്കാൻ ഓരോരുത്തർ ശ്രമിക്കുന്ന കാണുമ്പോൾ സത്യം അറിയുന്ന നമുക്ക് തിരിച്ചു പറയാൻ തോന്നും. കാരണം നമുക്കിത് അറിയത്തില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നാവോ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. അതേസമയം സത്യം മനസ്സിലാക്കുമ്പോൾ വല്ലാത്ത ഒരു ദേഷ്യം വരും. ഈ ബാലയുടെ ഈ ഇടയ്ക്ക് നടന്ന ബാലയുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇതിനോട് കൂടി ചേർത്ത് വെക്കുന്നത്. ഇതിനകത്ത് ബാല ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പ്രസ്തുത ഇന്റർവ്യൂവിൽ ബാല പറയുന്നത്, എൻ്റെ ചുറ്റുമുള്ളവരുമൊക്കെ ഭയങ്കര സ്നേഹം, എൻ്റെ ചുറ്റുമുള്ളവരുമായിട്ടൊന്നും ഒരു കുഴപ്പവുമില്ല, ഞാൻ എല്ലാവരുമായിട്ടും ഭയങ്കര സംഭവം, എനിക്ക് എല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹം, ഇതല്ലേ പറയുന്നത്. അപ്പൊ ഈ വാർത്ത, ഈ പേപ്പർ കട്ടിങ് ഇതൊന്ന് കേട്ട് നോക്കുക. നടൻ ബാലയുടെ മർദ്ദനമേറ്റ് മാനേജർ ആശുപത്രി. ജോലി കൊടുക്കുക മാത്രമല്ല അടിയും കൂടെ കൊടുക്കുന്നുണ്ട് സാർ. മാടമ്പിയ സാർ അടി കൊടുത്തതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ടാണ് ഇത്. കൊച്ചി സിനിമാ നടൻ ബാലയുടെ മർദ്ദനമേറ്റ് നടന്റെ മാനേജരും അസോസിയേറ്റ് പ്രൊഡക്ഷൻ മാനേജരുമായ കണ്ണൂർ സ്വദേശി സഫ്വാൻ 28 വയസ്സ് എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കഴിഞ്ഞ 8 വർഷമായി സിനിമാ മോഹവുമായി കൊച്ചിയിൽ താമസിക്കുന്ന സഫ്വാൻ പല സിനിമാ സെറ്റുകളിലും ജോലി നോക്കിയിരുന്നു. ഇതിനിടയിലാണ് നടൻ ബാലയ്ക്ക് ഒരു മാനേജറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബാലയുമായി ബന്ധപ്പെട്ടത്. തുടർന്ന് 2 മാസം മുമ്പ് മാനേജരായി ചുമതല എടുത്തു. ഇതിനിടയിൽ രോഗബാധിതനായ നടനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും കൂട്ടുനിൽക്കുവാനും വാഹനം ഓടിക്കുവാനും സഫ്വാനാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ 7-ന് പാലാരിവട്ടത്തെ ഫ്ളാറ്റിൽ എത്തുവാൻ വൈകിയതിന്റെ പേരിൽ മർദ്ദിക്കുകയായിരുന്നു എന്ന് സഫ്വാൻ പറയുന്നു. വരാൻ താമസിച്ച് ജോലിക്ക് അതുകൊണ്ട് എടുത്തിട്ട് അടിച്ചതാ. എന്നിട്ട് ആ ചെറുക്കൻ ആശുപത്രിയിൽ പോയി. എന്ത് വൃത്തികെട്ട രീതിയിലാണ് അയാളോട് പെരുമാറിയെന്നുള്ള തെളിവ് പറയാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നതേ ഉള്ളൂ. തെളിവില്ലാതെയല്ല പറയുന്നത്. ഞാൻ പലപ്പോഴായിട്ട് ഈ ഒരു വിഷയം റിപ്പീറ്റഡ്ലി എടുത്തത്, എനിക്ക് വക്കീല് കാണിച്ചു തന്നിരുന്നു ഡോക്യുമെന്റ്സ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കോർട്ട് ഡോക്യുമെന്റ്സ് ഒന്നും ഇവിടെ പബ്ലിഷ് ചെയ്യാൻ ഒക്കത്തില്ല. അതൊക്കെ കോർട്ട് നടപടികൾക്ക് എഗൻസ്റ്റ് ആണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് കാണിക്കാമായിരുന്നു. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, രണ്ടുപേരും മ്യൂച്വലി ഡിവോഴ്സ്ഡ് ആയവരാണ്, മ്യൂച്വൽ എഗ്രിമെന്റ് ആണ്. അതിനകത്ത് കുഞ്ഞിന്റെ കേസ് അപ്പൻ എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നു, കോർട്ട് മൂലമേ ആവശ്യപ്പെടാൻ പറ്റൂ, ആവശ്യപ്പെടുന്നു ആ സമയത്ത് കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം അതിന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പരസ്പരം ചെളിവാരി എറിയില്ല എന്ന് പറയുന്നുണ്ട്. അതും അമൃത ഇതുവരെ പാലിച്ചു വന്നിട്ടുമുണ്ട്. ഇതുവരെ അമൃത അതിനൊരു വീഴ്ച വരുത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളും ഇല്ലായിരുന്നാൽ പോലും അവരിത്തിരി ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് എടുത്താൽ, അല്ലെങ്കിൽ അവർ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചാൽ, അവർ അല്പം സന്തോഷമായിരിക്കുന്ന കണ്ട ഉടനെ കുരു പൊട്ടിക്കൊണ്ട് ഇയാളുടെ നെകളിപ്പില് 2 ഈ ചാനലുകാരെയും വിളിച്ചിരുത്തി അവരെ കൊണ്ട് ആ കുട്ടികളെ പറയിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറയരുത്. അത് തിരിച്ചു പറയാൻ തോന്നും. മാത്രമല്ല കമന്റ്സിൽ കുറച്ച് പേര് വന്നിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാളുടെ പൈസ വാങ്ങിയിട്ടായിരിക്കും. ഈ കണക്ക് വഴക്കുകൾ കൃത്യമായി അമൃതയുടെ ചാനലിൽ കൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വക്കീൽ കൂടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ കോപ്പി കൊടുത്ത ശേഷം അവർ വിശദമായിട്ട് അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെയും ഇത് കേട്ടിട്ട് ഈ കുട്ടിയെ കാണിക്കുന്നില്ല എന്ന് പരാതി പറയുമ്പോഴും ആ പറയുന്ന ചാനലുകാരൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആശുപത്രി കിടക്കുമ്പോഴത്തേക്ക് അവർ വന്നതായിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുമുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് എവിഡൻസ് ആണ് വേണ്ടത്? ഇയാൾ പറയണേക്കെ കള്ളമാണെന്ന് തെളിയാനായിട്ട് മൊത്തം കള്ളത്തരം. ശരി, ഇനി ഞാൻ പറയുന്നതുകൊണ്ടാണ് കുഴപ്പമെങ്കിൽ ഒരാള് ഇതിനൊക്കെ വിറ്റ്നസ് ആയ ഒരു മകൾ അവളിരുന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല അത് ഞാനിവിടെ ആഡ് ചെയ്തത് എത്രത്തോളം ഇതാണെന്ന്. കുട്ടി അണ്ടർ ഏജിലുള്ളതാണ്, സമ്മതിച്ചു. പക്ഷേ തിരിച്ചറിവ് തുടങ്ങിയില്ലേ അവക്ക്? തിരിച്ചറിയാനുള്ള പ്രായമായില്ലേ? ഈ കളവുകൾ പറഞ്ഞ് അവളുടെ അമ്മയെ അടിച്ചിരുത്തുമ്പോൾ ആ കുട്ടിക്ക് എത്രത്തോളം ബാധിപ്പുണ്ടാകുമെന്ന് തന്നെയാണ് കാലത്ത് ഞാൻ സൂചിപ്പിച്ച കാര്യം. അത് മാത്രമല്ല, എനിക്കും സിമിലർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതേ സെയിം സാധനം തന്നെയാണ്. നമ്മളെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മളെ പറ്റി അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ, സത്യമാണെങ്കിൽ എനിക്കൊരു കംപ്ലൈന്റും ഇല്ല, സത്യമല്ലാത്ത സാധനങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ബാധിക്കപ്പെടുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്കാണ്. അത് മൂത്ത കുഞ്ഞു കുഴപ്പമില്ല, ഇളയത് ചെറിയ കുട്ടിയാ. അതിന് സ്കൂളിൽ പോകുമ്പോൾ നാണക്കേടുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ചെയ്യുന്നത്? ഈ കുഞ്ഞിനെ പൊന്നെ പോലെ നോക്കുന്നുണ്ട്. ഇനി അടുത്ത് ഈ പറഞ്ഞ വീഡിയോ കണ്ട ഉടനെ ഇനി അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഈ കൊച്ചിനെ കൊണ്ട് പറയിച്ചതാണ്. ആ കുട്ടി അത് വ്യക്തമായി പറയുന്നുണ്ട്, അതിനങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന്.
പറഞ്ഞു പറയിപ്പിച്ചാലും ഈ ഫ്ലോയിൽ ആ കുട്ടിക്ക് അത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെ ആയാലും പോക്കൃത്തരം കാണിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ നമ്മുടെ മക്കൾ വളർന്നു വരും എന്നുള്ളതിന്റെ നല്ലൊരു ഉദാഹരണമാണ്. ഇത് എരന്ന് വാങ്ങിച്ചതാണ്. ആ മകളും ആ അമ്മയും സൈലന്റ് ആയിരുന്നു. ഇനി വായി തുറക്കാൻ ഒരാളും കൂടെ ഉണ്ട് അവിടെ, ആ കുട്ടിയുടെ അമ്മ, ഈ പൊടിമോളുടെ അമ്മമ്മ. അതും കൂടെ വായി തുറക്കുമ്പോൾ ശുഭമാവും. വെറുതെ പല്ലിട കുത്തി മണപ്പിച്ചു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത്? എപ്പോഴും പറയുന്ന കണക്ക് ഈ ഒരു സാധനം സെൻസിറ്റീവ് പോർഷൻ കാണിച്ചുകൊണ്ട് നാട്ടുകാരുടെ സിമ്പതി പിടിച്ചു പറ്റുകയും അത്തോടെ തന്നെ ആ സാധനം വെച്ച് ഈ പെൺകുട്ടിയെ മാനസികമായി അടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒന്നുമല്ല. കൃത്യമായി അനുഭവസ്ഥയായ മകൾ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഹലോ, എൻ്റെ പേര് അവന്തിക എന്നാണ്. ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ ഫുൾ ഫാമിലിനെ, ദാറ്റ് മീൻസ് മീ, എൻ്റെ മദറിനെയും എൻ്റെ ആൻറ്റീനെയും എൻ്റെ അമ്മാമിനെയും എഫക്ട് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു ഇഷ്ടമല്ല. ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെപ്പറ്റി ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മടുത്തു. എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു. എനിക്കത് പറ്റില്ല. എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ. അതെനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴോ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെയും എൻ്റെ മദറിനെയും പറ്റി ഫാൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണോ, അത് ട്രൂ ആണോ, ഇവർ പറയുന്നത് ട്രൂ ആണോ, ശരിക്കും ഇതൊക്കെ നടന്നു. എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഇതിങ്ങനെ ഫാൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും വിചാരം ഞാനും എൻ്റെ മദറും ഭയങ്കര ബാഡാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ പറ്റിയാണ്. എൻ്റെ ഫാദർ കുറേ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറേ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറേ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാവിനെയും എൻ്റെ ആൻറ്റിനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ലിറ്ററലി എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ. ആക്ച്വലി ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഞാൻ ചെറുതായിരുന്നു, ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു, എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ആക്ച്വലി സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും. ഒരു റീസണും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എൻ്റെ മദറിനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനൊരു കുഞ്ഞല്ലേ. ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ്. എൻ്റെ മദറും എൻ്റെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലിയിട്ടില്ല. എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. എൻ്റെ ഫാദർ കുറേ ഇന്റർവ്യൂസിലും കുറേ ലൈസും ഫാൾസ് അലിഗേഷൻസ് എൻ്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫാൾസ് ആണ്. ലിറ്ററലി എൻ്റെ മദറിനെ കുറേ തല്ലിയിട്ടുണ്ട്. എൻ്റെ മദറിനെ കുറേ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മദർ മാത്രമല്ല, എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എൻ്റെ മുഖത്തേക്ക് എറിയാൻ ചെയ്തു. അപ്പോൾ എൻ്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എൻ്റെ തലയിലെങ്കിലും ഇടിച്ചാണ്. ഇവിടെ എൻ്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എൻ്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കോർട്ടിലിരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു സാധനവും ചെയ്യില്ല. ഇങ്ങനത്തെ ആൾക്കാരനാണ്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അവളുടെ കൂട്ടുകാർ ചോദിക്കുന്നു, അവൾക്ക് മെന്റൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നു. ഇത് എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ്ലി എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. പള്ളിക്കൂടത്തിൽ പോയവനല്ലേ അത് മനസ്സിലാവുള്ളൂ. എന്ത് വിഷമമാണ് ആ കുഞ്ഞിന് കൊടുക്കണേന്ന് ആലോചിക്കുക. ഇത് ആ പെണ്ണിനെ അടിക്കാനുള്ള സെൻസിറ്റീവ് പോർഷൻ എന്നതിനപ്പുറം ഈ കുട്ടിയോട് സ്നേഹം ഉണ്ടായിട്ടല്ല. അതാണ് ആ മോള് കൃത്യമായിട്ട് പറയണത്. ആ കുഞ്ഞിനോട് ഒരു തരിമ്പ് സ്നേഹം ഉണ്ടെങ്കിൽ ആ കുട്ടീനെ ഇതുപോലത്തെ പരിപാടിക്ക് ഇറക്കത്തില്ല. എന്താണ് ആ കുട്ടീനെ വേണം കാണണമെന്നുണ്ടെങ്കിൽ കോർട്ടിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇടപെടുന്ന ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ട്. ആ അമ്മയെ ഫോൺ വിളിക്കാം, അവർ കട്ട് ചെയ്ത് കളയത്തില്ല. അതുപോലെ ആശുപത്രി കിടക്കുന്ന സമയത്ത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. സുരാജ് പാലക്കാരന്റെ അടുത്ത് കളവ് പറയിപ്പിച്ച് കള്ളം പറഞ്ഞ് അവിടെ കൊണ്ടുവന്നു. സുരാജ് പാലക്കാർ അത് ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തു, ഞാൻ കള്ളം പറഞ്ഞ കൂട്ടിയിട്ട് വന്നേന്ന്. ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ടും ഈ കള്ളനാണെന്ന് പറഞ്ഞാൽ പട്ട് കള്ളനാണ്, അല്ലാതെ എന്തുവാ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇത് പ്ലീസ്, വാട്ട് ഈസ് സേയിങ് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്, ഫുൾ ഓഫ് ലൈസ്, ആൻഡ് ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ.
ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ കോട്ടീനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു. എന്റെ മദറിനെ വിളിക്കാനും സമ്മതിക്കില്ല, ഒരു സാധനം ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ. എനിക്ക് കാണണ്ട, എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ഫേസ്. ഇറ്റ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട, എനിക്ക് കാണണ്ട. ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച്, ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോൾ വന്നിട്ടുണ്ടോ, ഒരു കോള്, അല്ലെങ്കിൽ കോൾ വേണ്ട, എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ, ഒരു ഗിഫ്റ്റ്, അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറ്റ സാധനം പോലും ഇല്ല. പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചത്. എന്തിനാ ഞാനത് ചോദിക്കണേ? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട, ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ, ലീവ് മീ അലോൺ, ലീവ് മൈ മദർ, ലീവ് മൈ ആന്റി, ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ അലോൺ. ഞാൻ ഈ കുട്ടീനെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ആ കുട്ടി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇത് എവിടെ പോയി നിൽക്കുമെന്ന് അറിയാമോ? സത്യത്തിൽ ഇത് ബാലാവകാശ കമ്മീഷന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ കുഞ്ഞിനെ ഇത്രയധികം മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കിയത് പോരാതെ തുടർന്നും പിന്തുടർന്ന് ആക്രമിക്കുന്ന ഇയാൾക്കെതിരെ പോക്സോ കേസാണ് ചുമത്തേണ്ടത്. ഒരു കുട്ടിയുടെ റൈറ്റ്സ് അല്ലേ? ആ കുട്ടിക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതെ ഈ മനുഷ്യൻ ഇതെന്താണ് ഈ തുരിഞ്ഞു നിൽക്കുന്നത്? സത്യത്തിൽ ഈ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ബാലാവകാശ കമ്മീഷന്റെ നോട്ടിൽ എത്തിച്ചു കൊടുക്കണം. ഒരു വ്യക്തി ആ കുട്ടിയെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാതെ അച്ഛനാണെന്ന് അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുടരെ ആ കുട്ടിയുടെ മെന്റൽ പീസ് തകർക്കുന്ന രീതിയിൽ അതിനെ കൊണ്ട് ഇങ്ങനെ ശല്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ജീവിക്കണ്ടേ? അതുമല്ല, വീട്ടിലൊരു സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ രീതിയിലുള്ള അലിഗേഷൻ പുറപ്പെടുവിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ജീവിച്ചിരിക്കണമെന്ന് തോന്നുമോ? അവര് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കുമ്പോൾ, പണത്തില്ലാത്തതിന് പണം ഉള്ളതിന്റെയൊക്കെ വലിയ ഞെളിപ്പും ഞൊളപ്പും ഒക്കെ കാണിക്കുമ്പോൾ അത് കണ്ടിട്ട് ഇരിക്കാൻ പറ്റാത്തവർ എന്തെങ്കിലും ചെയ്തു പോയാൽ, ആ 3 സ്ത്രീകൾ ഒന്നിച്ച് എന്തെങ്കിലും ചെയ്താൽ ആരുത്തരം പറയും? ഇയാൾക്ക് അതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ എന്തിനാണ്? ആ കുട്ടിക്ക് താല്പര്യമില്ല, ആ കുട്ടിക്ക് കാണണമെന്നില്ല. ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫാമിലിയുടെ കൂടെ. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട, അതൊരിക്കലും കാണിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് ഒന്നും വേണ്ട. പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ. ഐ കാൺ സേ എനിത്തിങ് മോർ ദൻ ദിസ് ആക്ച്വലി. ആൻഡ് നിങ്ങൾ വിചാരിക്കും എന്റെ മദർ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വീഡിയോ ഇടിപ്പിക്കുന്നത്. ഇവിടെ എന്റെ മദർ പോലും ഇല്ല. ആക്ച്വലി എന്റെ മദർ വർക്കിന് പോയേക്കാണ്. എനിക്ക് എന്റെ മദർ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം, പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്കോ ഡ്രാഗ് ചെയ്യാനോ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് മടുത്തു. ഞാൻ എന്റെ ഓൺ ബില്ല് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇത് സ്ക്രിപ്റ്റഡോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ എന്റെ ആർട്ടിൽ നിന്ന് കൂടെ പറയുന്നത്. എനിക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ടാണ് പറയുന്നത്. ആൻഡ് ഇൻഫാക്ട് എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ്. ലൈക്ക് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ട് ഞാൻ പ്രേ ചെയ്യുമ്പോഴും എന്റെ അടുത്ത് പറയും അങ്ങനെ ഒന്നും ബാഡ് ഒന്നും വിചാരിക്കരുത്, അവരെ പറ്റി എപ്പോഴും പ്രേ ചെയ്യണം, ഹെൽത്തി ആയിട്ട്. അത്രയും നല്ല ഗുഡ് സോൾസ് ആണ് എന്റെ ഫാമിലി. അപ്പൊ പ്ലീസ് ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയരുത്. ആൻഡ് പ്ലീസ് ഇങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഉണ്ടാക്കുന്നത് നിർത്തുക. എനിക്ക് നിങ്ങളുടെ അടുത്ത് ടോക്ക് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. ബൈ. സോ ആ മോള് കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഇതിന്റെ മകളില് എന്ത് കുന്തം പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. കഷ്ടം തന്നെയാണ്. ഈ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹായമാണ് വേണ്ടത്. ഈ മകളെ സഹായിക്കുകയാണ് വേണ്ടത്. അവരെ ഇത്രയധികം രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്ത് അവരെ എത്രയും മാനസികമായി പീഡിപ്പിച്ചത് പോരാതെ ഈ കുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഇയാൾക്ക് കിട്ടാക്കേറു. ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ച് സെറ്റിലായ മനുഷ്യനല്ലേ? അതും കൊണ്ടങ്ങ് പോയാ പോരെ? എന്തിനാണ് ഇവരുടെ പിറകെ പോകുന്നത്? അവരവരുടെ ലൈഫും കൊണ്ട് മുന്നോട്ട് പോകട്ടെ. കുഞ്ഞിനെ കാണണമെന്ന് നിർബന്ധമുള്ളവര് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് മോങ്ങുകയല്ല ചെയ്യുക. ഇവർ തമ്മിലുള്ള എഗ്രിമെന്റിനകത്ത് കോടതിയിലേക്ക് ഒരു മെയിൽ അയച്ചാൽ ആ പറയുന്ന ഡേറ്റിൽ പറയുന്ന സ്ഥലത്ത് അവർ കുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കും. തർക്കമില്ല. പിന്നെ അതിൽ പേരിൽ എന്താ വേണ്ടത്? ഇയാൾ ഇരുന്ന് കാണുമ്പോൾ ഇയാളുടെ പൈസ അങ്ങോട്ട് കൊടുക്കുക. ഏതെങ്കിലും വെറൈറ്റി മീഡിയക്കൊക്കെ ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടാവണ്ടേ? അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിരുത്തുക, അങ്ങോട്ട് പ്രസംഗിപ്പിക്കുക, എന്നിട്ട് അതെടുത്ത് വെച്ച് അങ്ങോട്ട് ഇതിടുക. അതിൽ കുറച്ച് പേയ്മെന്റിന് വേണ്ടിയിട്ട് നാണം ഉളുപ്പം ഉള്ളവരടുത്തല്ലേ പറയാനെ കൊണ്ട് പറ്റുള്ളൂ. ഒരു അല്പം മനസാക്ഷി കാണിക്കേണ്ടിയിടും. നിങ്ങളുടെയൊക്കെ വീട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് തോന്നുമോ? കഷ്ടമാണ്. ആ കുട്ടി ഇൻട്രോവേർട്ടായി മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ്. ഇത് സ്കൂൾ തലങ്ങളിൽ നടക്കുന്ന ടോർച്ചർ എന്താണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയോക്കൊന്നും പ്രശ്നമില്ല. മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കാണ്, അവരുടെ മക്കൾക്കാണ് പ്രശ്നം വരിക. കാരണം അഭിമാനബോധമുള്ള കുഞ്ഞുങ്ങളായിരിക്കുമേ. അല്ലാത്ത മക്കൾക്ക് ഇത് പ്രശ്നം വരത്തില്ല.
എന്നും വീട്ടിൽ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് പ്രശ്നം വരത്തില്ല. അല്ലാത്ത മക്കൾക്ക് ഇത് നാണക്കേടുണ്ടാകും. എന്തൊക്കെ വെകിടത്തരങ്ങളാ പറയണേ. എനിക്ക് സത്യമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാ പറയുന്നത്. എൻ്റെ മകൻ അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാ പറയുന്നത്. സ്കൂളിൽ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, അവരും കുഞ്ഞുങ്ങളല്ലയോ. ഇതൊക്കെ സോഷ്യൽ മീഡിയ കിടന്നിങ്ങനെ തകർക്കുമ്പോൾ കുട്ടികൾക്ക് അത് ബാധിക്കും. അവരുടെ റൈറ്റ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഇത്തരം തോന്നിവാസങ്ങൾ നിർത്തലാക്കാൻ നടപടി ഉണ്ടാവണം. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ബാലാവകാശ കമ്മീഷൻ ഇടപെടുകയാണ് വേണ്ടത്. ബാലയുടെ അവകാശ കമ്മീഷൻ അല്ല, ആ കുഞ്ഞിന്റെ അവകാശ കമ്മീഷൻ. അത് ഇടപെടണം. ഇടപെട്ട് ഇതിനൊരു തീർപ്പുണ്ടാക്കണം. ഇയാൾ ഇനി മേൽക്കൊണ്ട് മയക്കും എടുത്തോണ്ട് ഇറങ്ങി ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് നിർത്തലാക്കണം. ആ കുഞ്ഞിന് ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. എന്റെ കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് ഒരുപാട് പേർക്ക് ധാരാളിച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ അങ്ങ് കൊടുത്തേരെ. ആ കുട്ടീനെ എന്തിനാ ശല്യം ചെയ്യുന്നേ? നിങ്ങളെ സ്വത്തും വേണ്ട, നിങ്ങളെ ഇടപാടും വേണ്ട, നിങ്ങളെ സഹകരണവും വേണ്ട. അത് അതിന്റെ പാടെ ജീവിക്കുമ്പോൾ അതിനെ പുറകെ ആക്രമിക്കാൻ ഇങ്ങനെ പിന്തുടരുന്നത് മോശമാണ്. എനിക്കതേ പറയാനുള്ളൂ. ഇനി ഇയാൾക്ക് സപ്പോർട്ട് ചെയ്തു ഒന്ന് കമന്റ് ഇടുന്നവരടുത്ത് ഒന്നും പറയാനില്ല. നിങ്ങൾ നിങ്ങളുടെ ഇതിലും ചിന്തിക്കരുത്. അതിനകത്തുള്ള അകത്തേക്ക് പോയാലേ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അതിലുള്ള സത്യങ്ങൾ ഉണ്ടാവും. ആ സത്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. അനുഭവിച്ചവർക്കല്ലേ അതിന്റെ വേദന അറിയുള്ളൂ. അമൃതയോട് ചോദിച്ചാൽ അറിയാം എന്താണെന്ന്. ആ കുട്ടി പകച്ച് പണ്ടാരടങ്ങിയിട്ടുള്ളത് എന്താ ചെയ്യാ? ഒരു നല്ല സാരി ഉടുത്തൊരു വീഡിയോ ഇട്ടാ അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ പോയിരുന്നുണ്ട് അലയ്ക്കാൻ തുടങ്ങി ഇങ്ങേരി, ഏതാണ്ട് പീഡിപ്പിച്ചതുപോലെ. പണവും ആസ്തിയും സമ്പത്തും ഒക്കെ ഇയാൾക്കല്ലേ. ഇയാളല്ലേ കോടീശ്വരൻ, അതൊരു പാവപ്പെട്ട കൊച്ചല്ലേ. ഇത്രയും ആസ്തി സമ്പത്തും ഉള്ള ഇയാളാ ആ കൊച്ചിന് ടോർച്ചർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഒരെണ്ണത്തിനെ കെട്ടിയിട്ടുണ്ടല്ലോ, എന്തിയേ ഇട്ടിട്ട് ഓടിയില്ലേ അത്? അപ്പൊ ആരുടെ കുഴപ്പാ? ഇതൊക്കെ പറയിക്കുന്നതാണ്. ആ കുഞ്ഞിനെ കൊണ്ട് ഇത് പറയിച്ചപ്പോ എന്ത് കിട്ടി? അത് അത്രത്തോളം സഹി കെട്ടിട്ടായിരിക്കുമല്ലോ അത് മയക്കെടുത്തത് വീട്ടിലാരും ഇല്ലാത്ത സമയത്ത്. എന്തിനീ വേലകൾ കാണിക്കാൻ പോകുന്നോ എന്തോ. എന്തിനാണ്? അത് വളർന്നാണ് വരുന്നത്, താഴോട്ട് പോവേല. അത് വളർന്ന് മുകളിലേക്ക് വരുന്ന ഒരു കുഞ്ഞാണ്. അതിനെ ശല്യം ചെയ്യാതിരിക്കുന്നതിന് ഒരു മാനസിക ഭരണഘടന കാണിക്കണ്ടായോ?